ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇതുവരെ അലീനെ പുറത്തിറക്കാനായിട്ട് ഗ്രേസിയും മാമച്ചനും വന്നില്ല. നമ്മൾ 2-3 ദിവസമായി അവർ ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും അവർ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷെ ഒരു നല്ലൊരു കുടുംബത്തെ പരിചയപ്പെടാൻ നമുക്ക് സാധിച്ചു. കുരിയച്ഛനും ഫാമിലിയും ഒരു അടിപൊളി ഒരു ക്യാരക്ടർ ഉണ്ടോ കുരിയച്ഛന്റെ. ഇങ്ങനെ കുരിയച്ഛന്റെ വർത്താനവും ആ ഒരു അഭിനയമൊക്കെ കാണാൻ വളരെയധികം രസമുണ്ടല്ലേ. അപ്പൊ അവരുടെ ഒരു ഫാമിലിനെയൊക്കെ പരിചയപ്പെടാനായിട്ട് നമുക്ക് സാധിച്ചു. ഏതായാലും അവര് 100% ഉറപ്പാണ് നമ്മുടെ അലീനയെ പുറത്തിറക്കാൻ വേണ്ടി സഹായിക്കും. കാരണം കുരിയച്ഛന്റെ ആ ഒരു ഭാഗത്ത് നിന്നും വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. നീ പറയില്ല ബാക്കിയുള്ളവരുടെ ഭാഗത്ത് നിന്ന് വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ലോ. അങ്ങനെ അലീനയെ ചോദ്യം ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ അലീനയോട് ചോദിച്ചപ്പോഴത്തേക്കും അലീന പറയുന്നത്, അതായത് നിന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടി രോഹിത്തും ഹരിയും കൂടെ ശ്രമിച്ചിരുന്നു എന്ന് അവര് തന്നെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ, ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല സാറേ, എന്നെ റേപ്പ് ചെയ്യാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയാണ്. പറഞ്ഞു അവര് സമ്മതിച്ചല്ലോ, പിന്നെ നീ എന്താ സമ്മതിക്കാത്തത്? അലീനെ ഏതായാലും അവന്മാരുടെ പേരിൽ ഒരു കേസ് ആയിട്ടിട്ട്, അപ്പൊ പിന്നെ ഈ കേസും കൂടെ അവന്മാരുടെ പേരിൽ തന്നെ വരണം. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ കേസ് ഇച്ചിരി മുറുകണമെങ്കിൽ ഇത് മുറുകി ഇവന്മാര് അഴി എണ്ണണമെങ്കിൽ നീയും കൂടി ഒരു കാര്യം ചെയ്യാ, ആ പെറ്റീഷൻ എഴുതി ഇങ്ങോട്ട് താ, നിന്നെയും ഇവമാര് പീഡിപ്പിച്ചു എന്ന്, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് ആ ഒരു പെറ്റീഷനും കൂടി എഴുതി തരികയാണെങ്കിൽ അവന്മാരെ ലോക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്നായിട്ട് സാധിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക്, ഇല്ല സാറേ, ഒരിക്കലും ഇല്ല, ഒരിക്കലും അവര് എന്നെ ബലാത്സംഗം ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കാതെ അവര് ചുമ്മാ പറയോ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന്? അത് പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ അവര് ജസ്റ്റ് എന്നെ കയറി പിടിക്കാൻ വന്നതും ഞാൻ അത് അവഗണിച്ചു വിടുക ചെയ്തത്. അപ്പം പിന്നെ എന്തിനാ സാറേ ഇതൊരു വലിയ കേസാക്കുന്നത്? മാത്രമല്ല, ഞാൻ ആ വീട്ടിലത്തെ ചോറ് നിന്ന് വളരുന്ന പെണ്ണാ, ഞാൻ ആ വീട്ടിലെ ചോറ് നിന്നാണ് വളരുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ഇവരുടെ പേരിൽ കേസ് കൊടുക്കാനൊക്കെ അതൊന്നും ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല സാറേ. സാർ അതൊന്നും മനസ്സിലാക്കുക. സാറും അരിയാഹാരം തന്നെയല്ലേ കഴിക്കുന്നത്. സാർ അതൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, നീ കൂടുതൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കാൻ വരണ്ടടി മറ്റവളെ, നീ മര്യാദയ്ക്ക് അവിടെ നിന്നാ മതി. നീ കൂടുതൽ ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാടി എന്താ ചെയ്യേണ്ടതെന്ന്. നിന്നോട് പെറ്റീഷൻ എഴുതി തരാൻ പറഞ്ഞത്, ഈ പെറ്റീഷൻ എഴുതി തരികയും അതിനകത്തൊരു ഒപ്പിട്ട് തരുകയും ചെയ്താൽ മാത്രം നിനക്ക് ഇനി പെറ്റീഷൻ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? നീ ഇപ്പം എഴുതാനും വായിക്കാൻ നിനക്ക് അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ പെറ്റീഷൻ ഒരെണ്ണം ഉണ്ടാക്കാം, അതില് എഴുതി ഒപ്പിട്ട് തന്നാ മാത്രം മതി. ഈ രോഹിത്തും ഹരിയും നിന്റെ ആരാ? നിന്റെ ആരും അല്ലല്ലോ. പിന്നെ എന്തിനാടി ഒരു പെൺകൊച്ചിന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവനെയൊക്കെ സഹായിക്കാനായിട്ട് നീ ഇരിക്കുന്നത്? എന്തിനാണെന്നാ ചോദിച്ചത്. അതുകൊണ്ട് അലീനെ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, പെറ്റീഷൻ എഴുതി എനിക്ക് തരണം. ആര് കുറ്റക്കാരാണെന്ന്, തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നും അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടിയാണ് താൻ അങ്ങനെ തന്റെ ദേഹം ഉപദ്രവിച്ച് തന്നെ മുറിവുണ്ടാക്കിയതെന്നും അതുകൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത് എന്നും ഒരിക്കലും ഈ കുറ്റവാളികൾ രക്ഷപ്പെടരുത് എന്നും എഴുതി ഒപ്പിട്ട് എനിക്ക് തരണം. അല്ലാതെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ SI പറയുന്നത്. അപ്പൊ അലീന പറയുന്നുണ്ട്, സാറേ നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? ഞാൻ വെറും നിരപരാധിയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരികയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തതെന്ന് വെച്ചപ്പോ, നീ ഒരു പെണ്ണാണോടി, നീ ഒരു സ്ത്രീയാണോടി? നീ ഒന്ന് ഓർത്തോണം, നിന്നെപ്പോലെ തന്നെ ഒരു പെണ്ണാടി ശരണ്യ എന്ന് പറയുന്നത്. ആ പെങ്കൊച്ചിനെ ഇവന്മാരെ റേപ്പ് ചെയ്ത് ഇവന്മാര് ഇത്രയും അധികം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത്? ആ അവന്മാരുടെ കൂടെ നിൽക്കണോ, ആ പെണ്ണിന്റെ കൂടെ നിൽക്കണോ? അപ്പം നീ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല. ഇതൊക്കെ പറയുമ്പോഴത്തേക്കും അലീനയുടെ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, താൻ ചെയ്തത് മോശമാണോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒരിക്കലും താൻ ബാലചന്ദ്രന്റെ മകനെ കുറ്റക്കാരനാക്കില്ല. അവർക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നുള്ള രീതിയിൽ, അതായത് അലീനയെ നോക്കാൻ അറിയാം. അതിപ്പം പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് വലിയ ഭൂകമ്പം ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അലീനയെ സംരക്ഷിക്കാൻ നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അലീന കൂടുതലൊന്നും പറയാത്തത്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഗ്രേസിയും രേവതിക്കുട്ടിയും മാമച്ചനും കൂടെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കാണ് കേട്ടോ. അപ്പം അവിടുത്തെ ആ കുരിയച്ഛന്റെ മകൻ എത്തുകയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യമൊക്കെ അവര് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കേസിൽ പെടുക, അതൊരു വലിയ പ്രശ്നമാക്കി തീർക്കുക, അതൊക്കെ ശരിയാണോ അച്ഛാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെയല്ലേ നമ്മൾ രക്ഷിക്കേണ്ടത്. ഈ ലോകത്ത് എന്തൊക്കെ തട്ടിമറി ഒക്കെ നടക്കുന്നുണ്ട്, എന്നിട്ട് അതിനൊന്നും ആരും ഇടപെടുന്നില്ലേ? ഈ രാഷ്ട്രീയക്കാരും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർ പലതും ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടല്ലോ.
പിന്നെ നിനക്കെന്താ, നിനക്ക് ചെയ്താൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇതൊരു നിരപരാധിയായ പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചിനെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് നിനക്കറിയത്തില്ല, നീ ഒരു പോലീസുകാരനല്ലേ, നിനക്കറിയത്തില്ലേ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിനക്കറിയത്തില്ലേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻവാസ് ചെയ്തെടുത്ത് നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസിയും കൂടെ പുള്ളിക്കാരനെ കാണുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരനോട് ഇങ്ങനെ അലീനയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു നിയമം ഇല്ല. അങ്ങനെ മൊഴിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ തെളിവെടുപ്പിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദിവസത്തിൽ കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ നിർത്തേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സമയത്ത് നമ്മുടെ മനുവാണ് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം കേട്ടോ. അങ്ങനെ മനുവിനെ നമ്മുടെ മുത്തശ്ശി വിളിക്കുക, മനുവേ എടാ മനുവേ മനുവേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. സൗദാമിനി മുത്തശ്ശി വിളിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുക. എന്താ മുത്തശ്ശി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോ അതല്ലടാ, എന്താടാ കാര്യങ്ങളൊക്കെ, ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോടാ, കാര്യങ്ങളൊക്കെ എന്തായി, എങ്ങനെയായി, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറയടാവേ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എന്താകാനാ, അലീനയെ പോലീസ് കൊണ്ടുപോയിക്ക. അലീനയെ പോലീസ് കൊണ്ടുപോയിന്നോ? അലീനെ എന്തിനാ പോലീസ് കൊണ്ടുപോയത്? അലീനെ പോലീസ് കൊണ്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്തോ തെളിവെടുപ്പിനും ഒക്കെയാണെന്നാ പറയുന്നത്. എന്തോ അവളിൽ നിന്ന് ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞ് പോലീസുകാർ കൊണ്ടുപോയിട്ട് മണിക്കൂർ ഇത്രയായി, അവൾ ഇതുവരെ വിട്ടയച്ചിട്ടില്ല. എന്നിട്ട് മനു, നീ എന്താണ് ആ പെൺകുച്ചിനെ വിളിക്കാൻ പോകാത്തത്? എടാ സത്യം പറഞ്ഞാലേ അതിനാരും ഇല്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ നീ എങ്ങനെയെങ്കിലും അവളെ വെളിയിലിറക്കാൻ നോക്ക. അല്ല ബാലചന്ദ്രനോട് നീ എങ്ങനെയെങ്കിലും പറയേ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ബാലചന്ദ്രനങ്കിള് ഇപ്പം വീട്ടിലില്ല മുത്തശ്ശി, ബാലചന്ദ്രനങ്കിളും ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അവനും ഹോസ്പിറ്റലിലാണോ? അതെ, ഈ കേസ് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ബാലചന്ദ്രനങ്കിള് ഹോസ്പിറ്റലിലായി. പിന്നെ ഇപ്പം വീട്ടിലുള്ളത് കൃഷ്ണമോളും ബബിതയും മാത്രം. രണ്ടു പെണ്ണുങ്ങൾ മാത്രമേ ആ വീട്ടിലുള്ളെന്നോ? ശോ എന്റെ പൊന്നു ഭഗവാനെ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? ഈ വയസ്സാം കാലത്ത് ഞാൻ എന്തൊക്കെയാ കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അപ്പൊ പറഞ്ഞ മുത്തശ്ശി സമാധാനമായിട്ടിരിക്കുക. ഏതായാലും എന്തെങ്കിലും ചെയ്തോളും, ഞാന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ വിളിച്ച് എല്ലാവരോടും ഒക്കെ. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ചെയ്യാം. എന്നെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നില്ല. ഓ, നിന്നെ ഇറക്കി വിടാൻ മാത്രം അവളെന്താ നിന്നെ കെട്ടിവെച്ചിരിക്കുകയാണോ? എന്റെ പൊന്നു കുഞ്ഞെ, ഇപ്പോഴൊക്കെ അല്ലേ ഒരു സഹായം ചെയ്യേണ്ടത്, അല്ലാതെ പിന്നെ എപ്പോഴും സഹായം ചെയ്യേണ്ടത്? നീ ആ കമല പറയുന്നത് കേട്ടിരിക്കാതെ ഇറങ്ങി പോകാൻ നോക്ക്. മാത്രമല്ല രോഹിത്തും ഹരിയും പോലീസ് സ്റ്റേഷനില്, ഇപ്പൊ അലീന പോലീസ് സ്റ്റേഷനില്, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്റെ പൊന്നു ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഭഗവാനെ വിളിച്ച് തഞ്ചത്തൊക്കെ അടിച്ച് പുള്ളിക്കാരി അവിടെ ഇരിക്കുകയാണ്. ഇതേസമയം പിന്നെ കാണിക്കുന്ന അവിടെ കൃഷ്ണമോളെയാണ് കേട്ടോ. കൃഷ്ണമോൾക്കാണെങ്കിൽ മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും ആരും ഇല്ലാതെ ആകെപ്പാടെ വലഞ്ഞിരിക്കുകയാണ്. ഒന്ന് മനസ്സ് തുറക്കണ്ടേ? ആരോട് മനസ്സ് തുറക്കും? ബാലചന്ദ്രനോട് വിളിച്ച് പറയാൻ പറ്റുമോ അലീനെ പോലീസ് കൊണ്ടുപോയെന്ന്? മാത്രമല്ല ഒരു വീട്ടിൽ അങ്ങനെ, അത്രയും വലിയ വീട്ടിൽ അങ്ങനെ എന്താ പറയാ, അത്രയ്ക്കും വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പൊ നമ്മുടെ ബബിതയുടെ റൂമിലേക്ക് നേരെ കയറി ചെല്ല. അങ്ങനെ ബബിതയുടെ റൂമിലേക്ക് നേരെ കയറി ചെന്നിട്ട് ബബിതേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ഇത് എന്തിന്റെ സൂക്കേടാന്ന് പറഞ്ഞു ഫോണിലാണ്. ബബിത ഏത് നേരം ഫോണില. അങ്ങനെ നമ്മുടെ ബബിത വെളിയിൽ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പൊ വെളിയിൽ ഇറങ്ങി ഫോണും കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ ബബിത ചോദിക്കുന്നത് എന്താ അടി കിടന്ന് വാതിലെ കിടന്ന് തട്ടുന്നത്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോ എന്താ ചേച്ചി ഈ റൂമിൽ കയറി ഒറ്റയ്ക്ക് അടച്ചിരിക്കുന്നത്, എങ്ങനെയാ ചേച്ചിനെ കൊണ്ട് സാധിക്കുന്നത്? അലീന ചേച്ചിനെ പോലീസ് കൊണ്ടുപോയത് ചേച്ചി അറിഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോ അവിടെ പോലീസ് കൊണ്ടുപോയത് ഞാൻ അറിഞ്ഞിട്ട് എന്താ, പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടോ? അവളെ പോലീസ് കൊണ്ടുപോട്ടെ, അവളെ ഒറ്റ ഒരുത്തി കാരണമാണല്ലോ ഈ കുടുംബത്തിന് സമാധാനം നഷ്ടമായത്. അമ്മതേ ഇപ്പം ഹോസ്പിറ്റലില്, അച്ഛൻ ഹോസ്പിറ്റലില്, നിനക്കറിയാലോ രോഹിത് ഇപ്പം പോലീസ് സ്റ്റേഷനില്, ഇനിയിപ്പം അവന് ഉടനെ തന്നെ ലോക്കപ്പിലും ആവും. പിന്നെ അവൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അപ്പൊ അവളെ എന്താ, അവളെ ഇവിടെ പൂവിട്ട് പൂജിക്കണം എന്നാണ് പറയുന്നത്. എന്നെ കൊണ്ടൊന്നും അതിന് പറ്റത്തില്ല. നീ അവളെ പൂജിക്കുവോ, നീ അവൾക്കൊരു അമ്പലം ഉണ്ടാക്കി പണിത് കൊടുക്കുവോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല. എന്റെ കുടുംബം അല്ല എന്റെ അമ്മയുടെ സമാധാനം കളഞ്ഞ് എന്റെ അമ്മേനെ ഈ വിധത്തിലാക്കി അവളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് അവളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നേ. എനിക്ക് എന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞപ്പോ എന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. ചേച്ചി അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്തിനാ അലീന ചേച്ചിനെ മെക്കിട്ട് കയറുന്നത്? നമ്മൾ ഇവിടെ നോക്കാനും നമുക്ക് ആഹാരം ഉണ്ടാക്കി തരാനും ആ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? നമുക്കിനി എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? ഓ പിന്നെ എന്താ ഭക്ഷണം കഴിക്കാന്, എനിക്ക് അത്യാവശ്യം പാചകമൊക്കെ ചെയ്യാൻ അറിയാം, ഞാൻ ചെയ്തുണ്ടാക്കിക്കോളാം. പിന്നെ ഇപ്പൊ ചേച്ചി ഉണ്ടാക്കും, മാറിപ്പോടി എന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് ഡോർ ഇങ്ങനെ വലിച്ച് നമ്മുടെ ബബിത അടയ്ക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. കാരണം കൃഷ്ണമോള് ആശ്വസിപ്പിക്കാൻ അവിടെ ആരുമില്ല. കൃഷ്ണമോളെ ആശ്വസിപ്പിക്കാനോ ആശ്വാസ വാക്കുകൾ പറയാനോ ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാനോ അവിടെ ആരുമില്ല. അപ്പൊ ഈ ഒരു സമയത്ത് എന്നാ പിന്നെ രേവതി ചേച്ചിനെ വിളിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ രേവതി ചേച്ചിനെ വിളിക്കാണ് കേട്ടോ. അങ്ങനെ രേവതിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അലീന ചേച്ചിയുടെ അടുത്ത് നിങ്ങൾ എത്തിയോ, എന്തെങ്കിലും തീരുമാനം ഉണ്ടോ? അലീന ചേച്ചി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പം അത് മോള് സമാധാനമായിട്ട് ഇരിക്കെ, ഞാനിപ്പം അതിന്റെ ആ ഒരു പുറകെ തന്നെ നടക്കുന്നത്. ഉടനെ തന്നെ അലീന ചേച്ചി ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരും, മോള് പേടിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു റിലേറ്റീവ് DYSP ആണ് ഇവിടുത്തെ പാലയിലെ, അപ്പം അങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം എന്നൊക്കെ നമ്മുടെ
രേവതിക്കുട്ടി പറയാണ്. അപ്പൊ രേവതിക്കുട്ടി ഇത് പറയുന്നത് കേട്ടതും സത്യമാണോ അതോ എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണോ, ഞാനിവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു പോലും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിൽ അറിയുമ്പോൾ മോളൊന്നും കഴിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും കഴിക്കില്ല, എങ്ങനെ കഴിക്കാനാ, അച്ഛനെ വിളിച്ച് പറയാൻ പറ്റത്തില്ല, അമ്മേനെ വിളിച്ച് പറയാൻ പറ്റത്തില്ല, പിന്നെ ഞാൻ ആരെയെ വിളിച്ച് പറയേണ്ടതെന്ന് പറയുമ്പോൾ മോള് സങ്കടപ്പെടേണ്ട, ഏതായാലും ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അലീന ചേച്ചി നിന്റെ അടുത്ത് എത്തും, അത് ഞാൻ തരുന്ന വാക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ മനു കൃഷ്ണമോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. കൃഷ്ണമോളോടെ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ മനു വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. മനു വിളിച്ച് ചോദിക്കുന്നുണ്ട്, മോളെ എന്താ ഈ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നെ രേവതി ചേച്ചി ഇപ്പൊ വിളിച്ചായിരുന്നു, രേവതി ചേച്ചിയുടെ അവിടുത്തെ ഗ്രേസി ആന്റിയും മാമച്ചനങ്ങളും കൂടി ചേർന്ന് ഏതോ ഒരു ഡിവൈഎസ്പിനെ കാണാനായിട്ട് പോവുകയും അവിടെ എങ്ങാണ്ട് അവർ രക്ഷിക്കാൻ എങ്ങാണ്ടൊക്കെ എന്തോ പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങാണ്ടൊക്കെ പോകുന്നുണ്ട്, അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. എനിക്ക് അറിയില്ല മനുവേട്ടൻ പറ്റുമെങ്കിൽ ഇവിടം വരെ ഒന്ന് വാ, ബബിത ചേച്ചി ആണെങ്കിൽ ഒന്ന് വാതിൽ പോലും തുറക്കുന്നില്ല, എനിക്ക് പറ്റണില്ല, എനിക്ക് ശ്വാസം മുട്ടിപ്പോവുക ഇവിടെ ഇരിക്കുമ്പം. അച്ഛനെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടിയത്, പക്ഷെ അച്ഛനെ വിളിച്ചാൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോകും, അച്ഛന്റെ അവസ്ഥ പോലും എന്തെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ലാത്തൊരു ഇതിലാ, എന്നെ അച്ഛന്റെ അടുത്തൊന്ന് കൊണ്ടുപോകുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് അലമുറയിട്ട് കരയാണ് കേട്ടോ കൃഷ്ണമോള്. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ കമല ബാക്കി വന്ന് നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്, മനു സംസാരിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോ അലീനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഇതാണോ, ഇനിയിപ്പോ അലീനെ രക്ഷപ്പെട്ടോന്നൊന്നും അറിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇതിനിടയിൽ നമ്മുടെ കമലയാണെങ്കിൽ നേരെ വൈജയനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു തോന്നുന്നു, പക്ഷെ അതിൽ എപ്പിസോഡിൽ ഇതുവരെ വന്നിട്ടില്ല. വൈജയനെ വിളിച്ച് കാര്യം പറയുന്നത് വേറൊന്നുമല്ല, അവളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്, അവളും എന്തോ കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല അവള്, ചിലപ്പോ അവക്കും ഇതിന്റെ പിന്നില് കാണും, എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും വൈജ, അല്ല അവളെ എന്തിനാ ഇപ്പൊ കൊണ്ടുപോയത്, അതിപ്പോ എന്തിനായിരിക്കും, അതൊന്നും എനിക്കറിയില്ല, പിന്നെ രോഹിത്തും ഹരിയും കൂടെ ഒരു പ്രാവശ്യം അവളെ എങ്ങാണ്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നോ അങ്ങനെ എങ്ങാണ്ടൊക്കെ അവളന്ന് പറഞ്ഞായിരുന്നല്ലോ, അതൊക്കെ വെറുതെ ആണെങ്കിലും അവളിനി അവിടെ ചെന്ന് ആരോടൊക്കെ എന്തൊക്കെ പറയുന്ന ആർക്കറിയാം. മിക്കവാറും രോഹിത്തും ഹരിയും പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി അവർ പരമാവധി മാക്സിമം അവൾ ശ്രമിക്കും, അവൾക്ക് അതൊക്കെയാണല്ലോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയും അലീനയുടെ കുറെ കുറ്റം അങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങള് വരുമ്പോഴത്തേക്കും വൈജയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തിനാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളൊക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അലീന ഒരിക്കലും ആർക്കും ദോഷമായിട്ടൊന്നും ചെയ്യില്ല, ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്നത് എന്റെ ആങ്ങളെയൊക്കെ ആയിരിക്കും ശരിയാണ്, പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം, ഒരു വ്യക്തി എന്ന നിലയിലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ഒരിക്കലും അങ്ങനെ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുന്ന ചേച്ചിക്ക് അങ്ങ് കരുതിയാ പോരെ എന്ന് പറയുമ്പോഴത്തേക്കും, ഓ നീ നിന്റെ ആങ്ങളെനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കൊന്നും വേണ്ട, ഏതായാലും അവൾക്കുള്ളത് ദൈവം കൊടുത്തല്ലോ, അവളെ പോലീസ് കൊണ്ടുപോയല്ലോ, നോക്കിക്കോ അവളെയും ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ കുറ്റം ചുമത്തി അവളെ മിക്കവാറും പോലീസുകാര് അവിടെ ലോക്കപ്പിൽ ഇടാനാ ചാൻസ് ഉള്ളത്, അവൾക്കൊരു ജാമ്യം പോലും കിട്ടാൻ പോകുന്നില്ല, അവള് എന്നോടും എന്റെ മക്കളോടും ചെയ്തതിന് അവൾ അനുഭവിക്കും, നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വൈജയും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾക്ക് രാവിലെ ഇടാൻ സാധിച്ചില്ല, കാരണം ഇന്ന് ഡിലേ ആയിരുന്നു, വിശേഷം വന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു 4 മണിയൊക്കെ കഴിഞ്ഞാണ് 4 മണിയൊക്കെ കഴിഞ്ഞാണ് നമുക്ക് വിശേഷം കിട്ടിയത്. പിന്നെ ഇപ്പം കുറച്ച് നേരത്തെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് വ്യൂസും കുറവായിരിക്കും, അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ വിശേഷം ഇടാതിരുന്നത്. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെയും ആദർശിന്റെയും കഥ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ചെയ്യുന്നുണ്ട്, അതും അതിരാവിലെ തന്നെ ഒരു 7:30 8 മണിയോടൊക്കെ കൂടി തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് കയറി കാണാൻ ഉള്ളവർ അതും കൂടെ ഒന്ന് കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് ആദ്യം തന്നെ ഒരു ലൈക്ക് അടിക്കണമായിരുന്നു, ഇപ്പൊ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇപ്പൊ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.